ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് സ്പാനിഷ് ഇതിഹാസം സാവി ഫെർണാണ്ടസ് അപേക്ഷിച്ചിട്ടില്ലെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. സാവിയുടെ പേരിൽ വന്നത് വ്യാജ അപേക്ഷ. പെപ് ഗാർഡിയോളയുടെ പേരിലും വ്യാജ മെയിൽ വന്നെന്ന് AFF പ്രസ്താവനയിലൂടെ അറിയിച്ചു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസ്തവ് ചേർന്നു. അനിൽ, ഇന്നലെ സാവിയുടെ അപേക്ഷ വന്നെന്നും ചോദിച്ച പണം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നിരസിച്ചെന്നൊക്കെയാണ് വാർത്ത. എന്നാൽ അങ്ങനെ വന്ന മെയിൽ തന്നെ വ്യാജമെന്ന വാർത്ത വരുന്നു. ഇതൊക്കെ ആര് പറയുന്നതാണ് ഈ വിവരങ്ങളൊക്കെ? സുഹൈല്, സുബ്രത പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഡയറക്ടർ, അദ്ദേഹം തന്നെയാണ് ഇന്നലെ സാവിയിൽ നിന്ന് ഇങ്ങനെ ഒരു മെയിൽ വന്നു. ആദ്യം വിശ്വസിക്കാൻ സാധിച്ചില്ല. പിന്നീട് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ സാവി തന്നെയാണ് എന്ന തരത്തിൽ അങ്ങനെ ഒരു വാർത്തയൊക്കെ വന്നതായി സുബ്രത പോൾ തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ അതിലില്ല എന്നുള്ളതായിരുന്നു സുബ്രത പോളിൻ്റെ വിശദീകരണം. അതിനുശേഷം ടെക്നിക്കൽ കമ്മിറ്റിയിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വന്നു. അവരും ഈ വാർത്ത സ്ഥിരീകരിച്ചതൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്ന് AFF ഇക്കാര്യത്തിൽ നിന്ന് ഒരു മലക്കം അറിഞ്ഞിരിക്കുകയാണ്. അവർ പുതിയതായി ഇങ്ങനെയൊരു മെയിലിൻ്റെയോ ഇങ്ങനെയൊരു പ്രസ്താവനയോടോ പോലും ആവശ്യമില്ല എന്നുള്ള ഘട്ടത്തിലാണ് അവരിങ്ങനെ ഒരു പ്രസ്താവന പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിരവധി അപേക്ഷകൾ വന്നിരുന്നു. അക്കൂട്ടത്തിൽ ചില പേരുകളും ഉണ്ടായിരുന്നു. പെപ് ഗാർഡിയോള, മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ, ഇപ്പോൾ അതുപോലെ തന്നെ ബാഴ്സലോണയുടെ മുൻ പരിശീലകനായ സാവി ഹെർണാണ്ടസ്, ഇവരുടെയൊക്കെ തന്നെ പേരുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ പിന്നീട് അത് പരിശോധന നടത്തിയപ്പോഴാണ് ആ മെയിലുകൾ വ്യാജമെന്ന് മനസ്സിലായത് എന്നുള്ളതാണ്. എന്തായാലും അപ്പോൾ സാവി ഹെർണാണ്ടസ് അപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് AFF ഇപ്പോൾ പുതുതായി പറയുന്നത്. പക്ഷേ അവരുടെ തന്നെ ഏറ്റവും ഈ ടെക്നിക്കൽ കമ്മിറ്റിയിലെയും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെ, അതായത് സുബ്രത പോൾ തന്നെയാണ് ഇന്നലെ മറ്റു വാർത്ത പുറത്തുവിട്ടത്. എന്തായാലും സാവി ഹെർണാണ്ടസ് അപേക്ഷിച്ചില്ല എന്നുള്ള ഈ പുതിയ വാർത്തയെങ്കിലും നമ്മൾ വിശ്വസിക്കാമെന്ന് കരുതുന്നു. എന്തായാലും ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇന്ത്യൻ AFF അടക്കം വലിയ പ്രതിരോധത്തിലായിരുന്നു. സാവിയെ പോലെ വലിയൊരു പരിശീലകനെ കിട്ടിയിട്ട് ഇങ്ങോട്ടൊരു ഓഫർ കിട്ടിയിട്ട് എന്തുകൊണ്ട് അത് മുതലാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരുപക്ഷെ അതുകൂടി, അത്തരം വിമർശനങ്ങൾ കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയായിരിക്കണം ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന AFF നേരിട്ട് പുറത്തിറക്കുന്നത്. സുഹൈൽ, കോച്ചിനെ വിളിച്ച് ഒരു പരസ്യം കൊടുത്തപ്പോഴേക്കും അന്താരാഷ്ട്ര താരങ്ങളുടെ പേരിൽ അടക്കം വ്യാജന്മാർ നിറഞ്ഞു കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരായി എത്രത്തോളം വ്യാജന്മാർ എത്തിയെന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസ്തവ് നൽകിയത്.